നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് റവ പായസമാണ്. അതിനാവശ്യമുള്ളത് 3/4 കപ്പ് റവ, പഞ്ചസാര, തിരുകിയ തേങ്ങ, അണ്ടിപ്പരിപ്പ്, പാല്, നെയ്യ്. അപ്പോൾ ആദ്യം നമുക്ക് റവേനെ വെള്ളത്തിൽ കുതിർക്കാൻ വയ്ക്കാം. കുതിർക്കാൻ വയ്ക്കുന്ന നേരം കൊണ്ട് നമുക്ക് അണ്ടിപ്പരിപ്പിനെ നെയ്യിൽ വറുക്കാൻ പറ്റും. ചട്ടി ചൂടായ ഉടനെ നമ്മൾ 1 ടേബിൾ സ്പൂൺ നെയ്യ്, അത് കഴിഞ്ഞിട്ട് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കണം. കുറച്ച് നട്ട്സൊക്കെ ഇതിലിട്ടാൽ മതി. നട്ട്സ് വെന്ത ഉടനെ ഇത് മാറ്റി വെച്ചിട്ട് കുതിർക്കാൻ വെച്ച റവേനെ അടുപ്പിൽ വെച്ച് ഇതിങ്ങനെ കിണ്ടിക്കൊണ്ടേയിരിക്കണം. ഇത് ചൂടായി വരുന്ന പകുതി പരുവമാവുമ്പോൾ നമുക്ക് ചിരകിയ തേങ്ങയും പഞ്ചസാരയും ഇട്ട് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് ഇനിയും കിട്ടാം. പഞ്ചസാര ഇട്ട് കൊടുക്കുന്നത് റവയിലെ കൂടെ മധുരം പിടിക്കാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ കൂടെ ഇട്ടത്. ഈ റവ തിളച്ച് വരണമെന്ന് കണ്ടല്ല, അപ്പോഴേക്ക് നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന പാലിനെ ഒഴിച്ചു കൊടുക്കും. പാലും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കാം. നമ്മൾ കിണ്ടിക്കൊണ്ടേ ഇരിക്കണം തിളയ്ക്കണത്. ഇതിന് ശേഷം നമുക്ക് കുറച്ച് ഏലക്ക പൊടിച്ചതിട്ടു. ഇവിടെ ഇങ്ങനെ തിളച്ച് വന്നത് കണ്ട ഉടനെ നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് നെയ്യും കൂടെ ഒഴിച്ചു. അതിനുശേഷം നന്നായിട്ട് ഇളക്കി വെക്കാം. ഇത്രയേ ഉള്ളൂ റവ പായസം റെഡി. ഇതിനി നമുക്ക് തീ അണയ്ക്കാം. അതിനുശേഷം നമുക്കൊരു ബൗളിൽ കുറച്ച് കോരയുണ്ട്. ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇതാണ് നമ്മൾ ഉണ്ടാക്കിയ റവ പായസം. സൂപ്പർ.